മലയാളി ഹൗസിനകത്ത പോരായ്മയെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവരെ മത്സരാർത്ഥികൾ 12 പേര് രാഹുൽ ഈശ്വർ അണ്ണാക്ക് കീറിയും ജി എസ് പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോ 2 തുള്ളി വെള്ളം ചോദിച്ചാൽ ഞാൻ എവിടുന്നെങ്കിലും ഒരു ഗ്ലാസ്സിൽ കുറച്ച് കഞ്ഞിവെള്ളം കൊണ്ട് അവരെ വായിൽ ഒഴിച്ചു കൊടുക്കും. ജി എസ് പ്രദീപ് അവിടെ അന്നേരം നിന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹാജിയോട് പറഞ്ഞതുപോലെ അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പോ വരുമെന്ന് ചോദിച്ചോണ്ടിരിക്കും. അവിടെ വല്യമ്മയുടെ കാറ്റ് പോകും. ഇതുപോലെ ഈ അല്ല ഞാൻ പറയാൻ അനുവദിക്കാതെ ചിന്താ ചെറുവം പറയാൻ അനുവദിക്കാതെ കണ്ണന്താനം സാർ പറയാൻ അനുവദിക്കാതെ മധു സാർ പറയാൻ അനുവദിക്കാതെ അർത്ഥമില്ലാതെ ഈ തരത്തിലുള്ള കുറെ കഥകളും ഈ തെരുവിൽ നിന്ന് മരുന്ന് കച്ചവടക്കാർ പറയുന്നത് പോലെയുള്ള കുറെ സാഹിത്യവും ചൊരിഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറയുമ്പോ അത് രാഹുൽ ഈശ്വർ അത് പറയേണ്ടത് ജി എസ് പ്രദീപിനോടാണ്. കാരണം ഇതിന്റെ ഫൈനൽ കണ്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ആശ്ലേഷിക്ക കണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? എന്താണ് തെറ്റ്? ഞാൻ പറയാവുന്നത് ഈ ഷോ കണ്ടു എന്ന് പറയുന്നത് ഒരു കൊടുംപാപം പോലെയാണ്. കുറെ സമയമായിട്ട് ചിന്തയോട് ചോദിക്കുന്നു, നിങ്ങൾ കണ്ടു? കണ്ടല്ലോ എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഞാനത് കണ്ടു മിസ്റ്റർ, ഞാനത് കണ്ടു. ഞാൻ കണ്ടത് എന്തിനാണെന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കൂ. നിങ്ങൾ 12 പേരും കൂടെ കിടന്ന് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ 2-3 പേര് ഇവിടെ മിണ്ടാതിരുന്നിട്ട് അങ്ങ് വീട്ടിൽ പോകാനേ പറ്റൂ. ഈ പരിപാടി എന്തുകൊണ്ടാ ജനങ്ങൾ കണ്ടത്? ഒന്ന്, ഈ കേരളത്തിലെ അറിവിന്റെ ഭണ്ഡാകാരമെന്ന് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാനകോശമെന്ന് ഞാൻ അംഗീകരിക്കുന്ന ശ്രീ ജി എസ് പ്രദീപ്, അല്ലെങ്കിൽ ആത്മീയതയുടെ പര്യായ പദമെന്ന് ഞാൻ വിശ്വസിക്കുന്ന രാഹുൽ ഈശ്വർ തുടങ്ങിയിട്ടുള്ള പ്രതിഭാസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പുതിയ പരിപാടി എന്നുള്ള നിലയിൽ ഞാൻ ഈ പരിപാടി കണ്ടു എന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അത് കണ്ടു എന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? ഞങ്ങളൊക്കെ കണ്ടു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആത്മീയവാദിയും അതോടൊപ്പം തന്നെ ജി എസ് പ്രദീപ് എന്ന് പറയുന്ന ബുദ്ധിജീവിയും അല്ല യഥാർത്ഥത്തിലുള്ള വ്യക്തികൾ, യഥാർത്ഥത്തിലുള്ള മനുഷ്യർ. യഥാർത്ഥത്തിലുള്ള വ്യക്തി, യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആണെന്ന് ഈ ഷോ തെളിയിച്ചു.